Yes. All my dears, again, I love you so much. And once again, നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതില് അതിയായി ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പോഴിങ്ങനെ പ്രണയം ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? നിങ്ങളുടെ മനസ്സിൽ പ്രണയമില്ലേ? ഓക്കെ, സൂപ്പർ. അപ്പോ എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാട്ടോ. വീട്ടിൽ ബഹളം ഇല്ലാത്തവർ മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പലപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലോട്ട് എന്താ വരിക? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അത് യൂഷ്വലി 1-ാം തീയതി ഭയങ്കര ബെസ്റ്റ് ആയാൽ 365 ദിവസം ബെസ്റ്റ് ആവുന്നുള്ളൊരു മിഥ്യാധാരണയിലായിരുന്നു എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പക്ഷെ ഒന്ന് പാളിയാ രണ്ടിൽ നോക്കാന്നുള്ളൊരു അങ്ങനെ ഇല്ല. പക്ഷെ ആ ഒരു സാധനം മാറ്റിയിട്ട് ചിലപ്പോ ഒന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം. പക്ഷെ രണ്ടിലും മൂന്നും 365 ദിവസം നമ്മളെ കയ്യിലാണല്ലോ. ആ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ എപ്പോഴാണോ ചെയ്യണേ അതിനുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു സാധനമുണ്ട്. ഓക്കെ, ഇപ്പോ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന മനസ്സിലോട്ട് നമ്മളെ മാത്രല്ല പൊതുവെ ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ആ റെസൊല്യൂഷൻ എടുത്തൊക്കെ വർക്ക് ചെയ്യുന്നതാണ് എന്നാണോ? അത് 4 ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും എന്നുള്ളതാണോ? കൂടുതൽ എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ന്യൂ ഇയർ റെസൊല്യൂഷന്റെ എടുക്കുന്നത് കാണാം, റിസൾട്ട് ആരെങ്കിലും പറയാറുണ്ടായിരിക്കോ? കൂടുതലും പറയൂ. ശരിയാ. റെസൊല്യൂഷൻസ് ഒത്തിരി കേട്ടിട്ടുണ്ട്. റിസൾട്ടിനെ പറ്റി വലിയ അവസാനത്തേക്ക് അത് അങ്ങ് ഒഴുകി പോവാറാ. കേട്ടിട്ടില്ല അങ്ങനെ. ഓക്കെ, അപ്പോ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആളെ ഒരുമാതിരി നമ്മളെ ഒരേ ലെവലിൽ മോട്ടിവേറ്റ് ചെയ്യുകയും അതേപോലെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. ക്ലിയർ? എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ ഇന്ന്, ഇപ്പോ. ഓക്കെ ആണോ? ഓക്കെ, ഈ റെസൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് തന്നെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിമ്മ് ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് വെയിറ്റ് കുറക്കുക, വെയിറ്റ് കൂട്ടുക, പല കാര്യങ്ങളും ന്യൂ ഇയറിന് വേണ്ടി മാത്രമായിട്ട് ഒരുങ്ങി വരുന്നുണ്ട്. പല ഹാബിറ്റുകളും ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇതിന്റെ മുന്നേ നമ്മൾ ന്യൂ ഇയറിന് പണ്ട് ഉള്ളവരൊക്കെ ഇപ്പോ മദ്യപാനം നിർത്തുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കുറച്ചും കൂടെ എല്ലാ ആളുകളും ന്യൂ ഇയറിന് റെസൊല്യൂഷൻസ് എടുത്തു തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇതേ തീരുമാനം തന്നെയാണ് അവരെ വേദനിപ്പിക്കുന്നുണ്ടാവുക. എങ്ങനെയാണെന്നറിയോ? 1-ാം തീയതി തീരുമാനം എടുക്കും, 1-ാം തീയതി അത് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കും, 2-ാം തീയതി പോക്ക്, പക്ഷെ 3-ാം തീയതി ചിലപ്പോൾ മറന്നു പോകും, 4-ാം തീയതി ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഓക്കെ, 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഒരു ഗിൽറ്റാണ് നമുക്ക്. അയ്യോ, എന്താണ് 1-ാം തീയതി തുടങ്ങിയിട്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഈ റെസൊല്യൂഷൻസ് ഒന്നും എടുത്താൽ. അപ്പൊ നമ്മുടെ കൂട്ടുകാർ ആരോടെങ്കിലും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ 1-ാം തീയതി മുതൽ ഇങ്ങനെയാണല്ലോ. അപ്പൊ അയാൾ ചോദിക്കും, മോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തെന്നെ സംഭവിച്ചാലും ജനുവരി അവസാനം ആകുമ്പോഴത്തേനും റെസൊല്യൂഷനും ഓർമ്മ ഉണ്ടാവില്ല, ഒരു കാര്യം ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പല ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. വൈ? എന്തുകൊണ്ടായിരിക്കും അത്? എന്തേലും പറയണ്ടോ? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളുടെ ഒരു ധാരണ പറഞ്ഞാൽ മതി. ഉം. അയ്യോ, എന്താ ഒന്നും പറയാത്ത? ഞാൻ അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നില്ല? കുട്ടികളെ അതൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കുള്ളൂ പ്ലീസ്. ഘോരഘോരമായി പ്രസംഗിച്ചിരുന്ന കോച്ചസ് ഒക്കെ ആണല്ലോ ഇരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. പറയൂ. എല്ലാരും ചെയ്യണം ഞാനും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എടുത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, അതങ്ങോട്ട് ആഴത്തില് എടുക്കാഞ്ഞ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ വേണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുമല്ലോ. ഓക്കെ, സൂപ്പർ. ഇതങ്ങനെ അപ്പോ ആ ഷെമീനല്ലേ സംസാരിക്കുന്നത്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഷെമീനല്ലേ? ഷെമീമ? ക്ഷമീമയാണ്. ഓക്കെ, വീഡിയോ സൂപ്പർ. സോറി. ഓക്കെ, അപ്പൊ എന്താണ് റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാല് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതെന്ന് ആദ്യം നമ്മൾ നോക്കിയാലോ? ന്യൂ ഇയറിനാണെങ്കിലും ഡിസംബർ, ഇനിയിപ്പോ ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഇതേ ഒരു മനുഷ്യൻ തന്നെയല്ലേ എല്ലാത്തിലൂടെയും കടന്നു പോകുന്നത്. ഏത് സമയത്ത് ഡിസിഷൻ എടുത്താലും അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാവണ്ട. തീരുമാനം എടുക്കുന്ന ആ ആളുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഇവൻ ഒരു സ്ട്രെസ് ഉള്ള ഒരു മനുഷ്യനാണ്. സ്ട്രെസ് ഉള്ള ഒരു ഏതൊരു പേഴ്സണും വെയിറ്റ് ലോസ് സംഭവിക്കില്ല.
സ്ട്രെസ്സിലൂടെ വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. പക്ഷെ സ്ട്രെസ് ഉള്ള ഒരു ഇതോ മനുഷ്യന് ഇതെങ്ങനെ മീനെത്തിയത് ഇവിടെ? ആ, ആരാണ്? ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അവിടെ ബിസി രാജ്മ ആയിട്ടുള്ളത് പൊരിച്ച മ്യൂട്ട് ചെയ്തോളൂ. രാജ്മ പൊരിച്ചോ? ഓക്കെ. അപ്പൊ എന്താണ്, ഏതൊരു പേഴ്സൺ, ആ പേഴ്സന്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റെസൊല്യൂഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക. ഇപ്പൊ അനീറ്റ വർഗീസ് എന്റെ സോൾ മാസ്റ്ററി സ്റ്റുഡന്റ് ആണ് കേട്ടോ. 4 കുട്ടികളുണ്ട്. 4 എന്നല്ല അനീറ്റ, 4 കുട്ടികളുണ്ട്. പക്ഷെ 5:30 ക്ലാസ്സിന് വരും മോർണിംഗില്. 5:30 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 6 മണി മുതൽ ഫൗണ്ടേഴ്സ് സർക്കിളിന്റെ ക്ലാസ് ഉണ്ട്, അതിന് വരും ക്യാമറ ഓൺ ആക്കിയിട്ട്. എന്തുകൊണ്ട് പറ്റുന്നു? നമ്മൾ 2 കുട്ടി ഉണ്ടെങ്കിൽ 1 കുട്ടി ഉണ്ടെങ്കിൽ ആ 100 കാര്യങ്ങളായിരിക്കും നമുക്ക്. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമ്മളെ പേഴ്സണൽ ഡെവലപ്മെന്റിനും ചെയ്യാൻ പറ്റും. എന്താണ് മൈൻഡ് സെറ്റ്? പലരും നിങ്ങളോട് പറഞ്ഞേക്കാം, ഞാൻ 1-ാം തീയതി എടുത്ത പക്ഷെ പറ്റിയില്ല. നിങ്ങൾ അവരുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് ചോദിക്കൂ. ആർക്ക് വേണ്ടിയിട്ടാണ് 1-ാമത് ഡിസിഷൻ എടുത്തത്? വെയിറ്റ് കുറക്കാനുള്ള ഭർത്താക്കന്മാരൊക്കെ ഡിസിഷൻ പലപ്പോഴും എടുക്കുന്നത് ഭാര്യമാർക്ക് വേണ്ടിയിട്ടായിരിക്കും. ഭാര്യയോട് പറയും 1-ാം തീയതി മുതൽ ഞാൻ കുറക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മളൊരു 1-ാം തീയതി മുതൽ നമുക്കിത് തുടങ്ങാം. ക്ലിയർ? സെൽഫായിട്ട് മോട്ടിവേറ്റ് ആയി, സെൽഫായിട്ട് എനിക്കത് വേണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 1-ാം തീയതിക്ക് കാത്തു നിൽക്കില്ല എന്ന് സാരം. ക്ലിയർ? അപ്പോ ആ മനുഷ്യന് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരു റെസൊല്യൂഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബോഡി ആൻഡ് മൈൻഡ് ഹെൽത്തി ആയിട്ടുള്ള സമയത്ത് മാത്രമേ എടുത്ത തീരുമാനങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? നിങ്ങളൊരു 10 പേരെ എടുത്ത് നോക്കി നോക്കും. ആൾക്ക് ബോഡി ആൻഡ് മൈൻഡ് സെറ്റ് ആയിരിക്കണം, പിന്നെ തീരുമാനം അയാളതും ആയിരിക്കണം. മൈൻഡ് സെറ്റ്. ഓക്കെ. ഫിസിക്കൽ ഫിറ്റ് അല്ലാത്ത ഒരാള് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അമിതമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് എനിക്ക് എന്തായാലും വെയിറ്റ് കുറക്കണം എന്നുള്ള ഒരു ടെൻഡൻസിയിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. വെയിറ്റ് പ്രോഗ്രസ് അവിടെ നടന്നിട്ടുണ്ടായി, പക്ഷെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. ക്ലിയർ? അപ്പോ എന്താണ്, ഏതൊരു തീരുമാനം എടുത്താലും അത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 3 കാര്യമാണ് വേണ്ടത്. എന്താണ് വേണ്ടത്? ഫസ്റ്റ്, തീരുമാനം നമ്മളുടെ ആയിരിക്കണം. പ്രയോറിറ്റി. നിങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിലാണ് ഓരോ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത്. പ്രയോറിറ്റി എന്താക്കി? 100 പരിപാടികൾ അപ്പുറത്തുണ്ട്, അതിൽ നിന്നൊക്കെ പ്രയോറിറ്റി ഇതാക്കിയത് കൊണ്ടാണ് ഈ ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഇത് മാത്രല്ല, എന്തും പ്രയോറിറ്റി. മെന്റൽ ഹെൽത്ത്, ഇവിടെ ഇരിക്കണം എന്നുള്ള ആ ഒരു മെന്റൽ ഹെൽത്ത് കൂടെ വേണം. സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ടെൻഷൻ പല രീതിക്ക് അപ്പുറത്തപ്പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കും. മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നിങ്ങൾ അമിതമായി പനിയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും തീരുമാനിച്ചത് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ 3 കാര്യം വേണം. പലരും പറയാ റെസൊല്യൂഷൻ എടുത്തത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. നിങ്ങൾ അവരെ ഇൻഡെപ്തിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇതിലേതെങ്കിലും ഒരു 1-2 കാര്യം വീക്ക് ആയിരിക്കും. ക്ലിയർ? പിന്നെ മറ്റൊരു കാര്യം, ന്യൂ ഇയർ റെസൊല്യൂഷന്റെ കാര്യമാണ് കേട്ടോ പറയണത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ 1-ാം തീയതി തുടങ്ങാനുള്ളതല്ല. 1-ാം തീയതി തുടങ്ങണമെങ്കിൽ അതിന്റെ കുറച്ച് ദിവസം മുന്നെങ്കിലും അതിനുവേണ്ടി പ്രിപ്പയർ ആകണം. 1-ാം തീയതി തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഒരു ഡിസംബർ 1-നോ 2-നോ അല്ലെങ്കിൽ ഡിസംബർ ഒരു 9-നെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 1-ാം തീയതി ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോ ഷുഗർ കട്ടാണ്, ഷുഗർ കട്ട് ചെയ്യണമെങ്കിൽ 1-ാം തീയതി മുന്നേ ഷുഗർ കട്ട് തുടങ്ങണം. അപ്പൊ 1-ാം തീയതി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് എൻജോയ് ചെയ്തിട്ട് കട്ടിങ് തുടങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ മുന്നേ പതിയായിട്ട് കുറക്കണം. ജിമ്മിന് 1-ാം തീയതി പോകണം, ഇറ്റ്സ് ഓക്കെ. അതിന്റെ മുന്നേ കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തുടങ്ങണം. ക്ലിയർ? ഈ 1-ാം തീയതി എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. മാത്രല്ല, ഈ 1-ാം തീയതി സംഭവിച്ചാൽ നമ്മളെ മനസ്സിലൊക്കെ ഉള്ള ഒരു തോട്ട് എന്താ, 1-ാം തീയതി സംഭവിച്ച ഒരു കൊല്ലം മുഴുവൻ അങ്ങനെയാണ്. 1-ാം തീയതി മരിക്കാത്ത ആളുകൾ പിന്നെ 2-ാം തീയതി മരിച്ചു പോകുന്നില്ലേ? 2-ാം തീയതി മരിക്കാത്ത ആളുകൾ 3-ാം തീയതി മരിച്ചു പോകുന്നില്ലേ? പോകുന്നില്ലേ? ഇല്ലേ? ഇല്ല. ഞാൻ കഴിഞ്ഞ 1-ാം തീയതി ഉണ്ടായ സംഭവം, ഐഫോന്ന് പലർക്കും അറിയില്ലേ. ഐഫോയുടെ കൊരട്ടിക്കര ഷോറൂമില് ഒരു വലിയ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ടീമൊക്കെ പോയി. അപ്പൊ ഞാൻ കുറച്ച് മുകളിലേക്ക് അത് കാണാൻ പോയത്. അപ്പൊ ഞാൻ ഒറ്റക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണാൻ പോയി. ഒരു 2 സ്റ്റെപ്പ് പോയപ്പോ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഞാൻ കണ്ടില്ല. ഞാൻ
കാല് വെച്ചതിന് ഓർമ്മ ഇങ്ങനെ ഞാൻ നിലത്തേക്ക് എത്തിയൊക്കെ നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എങ്ങനെയോ ഞാൻ എഴുന്നേൽക്കും ചെയ്തു. കാരണം അവിടെ മൊത്തം ക്യാമറയും സെലിബ്രിറ്റികളും കുറെ ആളുകൾ. ഞാൻ പതിയെ അവിടെ നിന്ന് പിടിച്ചു നിന്ന്. നല്ല വേദന ഉണ്ട്. പിന്നെ തരിച്ചെന്ന് തോന്നുന്നു കാല്. പതിയെ പതിയെ വന്ന് പിന്നെ എല്ലാ കാറിൽ കയറി ഇവരെ കൂടെ വന്നു വീട്ടിലേക്ക് എത്തി. അപ്പൊ 2-ാം തീയതി എനിക്ക് പ്രോഗ്രാം ഉണ്ട്. 1-ാം തീയതി ഇവിടെ 1-ാം തീയതി അല്ല 31-ാം തീയതി എന്നെ കാത്തിട്ട് ഒരു സൈക്കോളജിസ്റ്റ് വന്ന് എന്റെ വീട്ടിൽ സ്റ്റേ ആണ്. മനസ്സിലാവണ്ടേ? അവരിടുന്ന് ഡിസ്കഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താ നാളെ ശരി ചാവക്കാട് ഒരു ഫിസിക്കൽ പ്രോഗ്രാം ആണ്. ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് 2-ാം തീയതി. 1-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഓർമ്മയുണ്ട്. പിന്നെ എണീക്കാൻ പറ്റില്ല. പിന്നെ പിടിച്ച് എങ്ങനെയോ ഇതാക്കി പിന്നെ ജിൽഷനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് എക്സ്റേ എടുത്തപ്പോ കാലിങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട്. ഒരാഴ്ച ഫുൾ റെസ്റ്റ്. മനസ്സിലാവണ്ടേ? 4-ാം തീയതി മുതൽ എനിക്ക് സൈക്കോളജിയുടെ എക്സാം തുടങ്ങാണ്. കാല് നിലത്ത് കുത്താൻ പറ്റില്ല. എന്നിട്ട് അന്ന് ഞാൻ ഇവിടെ തന്നെ നിന്ന് ഈ ചെയർ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ പോകുന്ന ചെയർ, ഓഫീസ് ചെയർ, അതിലാണ് എന്നെ അങ്ങോട്ട് കൊണ്ടൊക്കെ കൊണ്ടുപോയിരുന്നു. ഒന്നും പറയണ്ട. 2-ാമത്തെ ദിവസം മറ്റേ രാജയോഗം പോലെ കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോയത്. ഓട്ടോറിക്ഷയിൽ തിരിച്ചു വന്ന് ഇവരെ മടിയിലൊക്കെ കാല് കയറ്റി വെച്ചിട്ട് അങ്ങനെ പോയി വന്ന്. അതിനർത്ഥം ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കുന്നതാണോ? അതുകൊണ്ട് ഞാൻ സൈക്കോളജിയുടെ എക്സാം ഒക്കെ ഇരിപ്പിനൊക്കെ എഴുതി തീർത്ത്. ഏഹ് എനിക്ക് അച്ചീവ്മെന്റ്സ് ഇല്ലാന്നാണോ? എന്റെ അച്ചീവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പലരും ഇരിക്കുന്നത്. ആണോ അല്ലയോ? എനിക്ക് പല ഡിസിഷൻസ് എടുക്കാൻ പറ്റി. അതിലൂടെയാണ് പല കാര്യങ്ങളും എടുക്കാൻ പറ്റി. അപ്പൊ ഈ 1-ാം തീയതി എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ട്രാപ്പിലാക്കണ ഒരു കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. എല്ലാ ദിവസവും പോലെ തന്നെ ന്യൂ ഇയർ. പക്ഷെ നമുക്കത് ഫിയർ ആക്കും. 1-ാം തീയതി സംഭവിച്ച എനിക്ക് എന്നും ഇതാണല്ലോ അങ്ങനത്തെ ഒരു തോട്ട് നമ്മളിലേക്ക് കൊണ്ടുവരും. ഈ 1-ഉമില്ല 16-ഉമില്ല ഒരു സംഭവവും ഇല്ല. എനർജി നമ്മുടെ കയ്യിൽ എത്ര എനർജി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. പിന്നെ വിവാഹം പോലുള്ള കാര്യങ്ങൾ, മറ്റുള്ള മംഗള മുഹൂർത്തങ്ങൾ, അതിനൊക്കെ നല്ല സമയം നോക്കും നമ്മള്. എന്താ പറയലോ ആ സമയം നോക്കണേന് എന്താ പറയലോ? നല്ല നേരം നോക്കൂലേ, മുഹൂർത്തം നോക്കും. പള്ളിയിൽ പോയിട്ട് സമയം നോക്കും. അതൊക്കെ നല്ല ഒരു വിശ്വാസത്തിന്റെ ഭാഗം, നമുക്കൊരു ധൈര്യം കിട്ടുന്ന ഒരു ശുഭാപ്തി ഉള്ളതാണ്. ഓക്കെ. പക്ഷെ റെസൊല്യൂഷൻ എടുത്തിട്ട് ഫെയിലിയർ ആവാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഏതൊരാൾക്കും മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ തീരുമാനത്തിൽ അവന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മെന്റൽ ഹെൽത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്നറിയോ? ഒരാൾ പറയാൻ പറ്റും മെന്റൽ ഹെൽത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം ഇത് വേണം, എന്തായാലും ഇത് വേണം. മെന്റൽ ഹെൽത്തിന്റെ ഒരു ഭയങ്കര പ്രയോറിറ്റിയായിട്ടുള്ള ഒരു സംഭവം ആരാണ്? ഹലോ ഹലോ കേൾക്കുന്നില്ല കേട്ടോ. നിനി ഇബ്രാഹിം, നിനി ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എന്തായാലും വേണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം. പിന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാധനം ഇല്ല കേട്ടോ. നമുക്ക് എപ്പോഴും വേണ്ട ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. അത് നന്നാക്കി കൊണ്ടു നടന്നാൽ മതി. എന്തായിരിക്കും നിങ്ങൾ ടൈപ്പ് ചെയ്തേ? മെന്റൽ ഹെൽത്ത്. എനിക്ക് മെന്റൽ ഹെൽത്ത് ഉണ്ട് എന്ന് പറയാൻ എനിക്കിത് ഏറ്റവും കൂടുതൽ വേണം. ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്യുകയോ അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ ചെയ്യുക. എനിക്ക് മനസ്സിലാവണമെന്നുള്ളൂ. പറഞ്ഞോളൂ. മൈൻഡ്ഫുൾനെസ്. എല്ലാരും വരട്ടെ. മെന്റൽ ഹെൽത്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെയാണ്. സെൽഫ്. ഓക്കെ. നമ്മൾ മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെടുന്ന ആരാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് നശിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ പ്രസവിക്കുമ്പോൾ നമുക്ക് മെന്റൽ ഹെൽത്തിന്റെ എന്തെങ്കിലും പ്രശ്നത്തോടെയാണോ പ്രസവിക്കുന്നത്? നമ്മൾ അടിപൊളിയാണ്. ഈ സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് ഓരോ ട്രോമാസും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്, പെട്ടെന്ന് കോപം വരുന്നത്, അസൂയ വരുന്നത്, പല കാര്യങ്ങളും വരുന്നിട്ടാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ എന്താണ് വേണ്ടത്? നമ്മൾ സെൽഫ് ലവ് എന്നതിന്റെ ഒരു കാര്യമാണ് നമ്മളെ മനസ്സെവിടെയുള്ളത്. നമ്മളെ മനസ്സിൽ ആരാണുള്ളത്? ശരിക്കും നമ്മളുടെ മനസ്സ് എന്താണ് ചിന്തിക്കുന്നത്? ഇതൊക്കെ പഠിക്കണ്ടേ? നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണ്ടേ? ക്ലിയർ? അപ്പോ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള ഒരു സാധനം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്നൊരു റെസൊല്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അന്നാണ് നമ്മുടെ ന്യൂ ഇയർ. നിങ്ങൾ തിരിച്ചു പിടിക്കൂ.
തിരിച്ചു പിടിക്കൂ. എന്നാണോ നമ്മളൊരു തീരുമാനം എടുത്ത് അതിലോട്ട് മുന്നോട്ട് പോകുന്നത്, ഇപ്പൊ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് എപ്പോഴാ? മാർച്ച് ഏത് മാസം? മാർച്ചില് അല്ലേ? മാർച്ച് വരെ ഉണ്ട് കേട്ടോ, മാർച്ച് വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ അപ്പൊ എന്താ സംഭവിക്കുക? ജനുവരി 1-നാണോ തുടങ്ങുന്നത്? ഇപ്പോ നമ്മള് മലയാള മാസം തുടങ്ങുന്നത് എപ്പോഴാ? ജനുവരി 1-നാണോ? അറബി മാസം തുടങ്ങുന്നത് എപ്പോഴാ? ജനുവരി 1-നാണോ? ജനുവരി 1 സത്യത്തിൽ നമ്മളുടെ വിശ്വാസങ്ങൾ പല രീതിയിലുള്ള മാർക്കറ്റിങ്ങിലൂടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ക്ലിയർ. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾ എന്നാണോ ഒരു തീരുമാനം എടുക്കുന്നത് അന്ന് മുതൽ നല്ല ദിവസമാണ്. തീരുമാനം എടുത്ത് ആക്ഷൻ എടുത്ത് തുടങ്ങിയത്. അനിറ്റ വർഗീസിന് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്? പറയൂ, എന്തേലും പറയൂ. അനിറ്റനെ ആദ്യം ഫൗണ്ടേഴ്സ് സർക്കിളിന്റെ പ്രോഗ്രാമിന് വിളിച്ചവര് പറഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല. ഞങ്ങള് ജനുവരി 1 നല്ല വഴുക്കായിരുന്നു തുടക്കം തന്നെ. ഓ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. പിന്നെ അത് കുറച്ചു നേരത്തേക്ക് ഉണ്ടായി, പിന്നെ അത് സാധാ മട്ടായി. എന്റെ ഹസ്ബൻഡ് ഉണ്ട് അടുത്ത്, അപ്പൊ ആള് പറയാണ് വെളുപ്പിന് 5:30 ഞങ്ങൾ വഴുക്കൂടി, 9 മണിക്ക് ഒരു വീഡിയോ എടുത്തു പോസ്റ്റ് ചെയ്ത്. പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആയിക്കോട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. സൂപ്പർ. എനിക്കറിയാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മുടെ ഫ്രണ്ട് കൂടെ ആണ് കേട്ടോ അനീറ്റയുടെ ഹസ്ബൻഡ്. എന്തായിരുന്നു പേര്? ഒരു പ്രത്യേക പേരാണ്. എന്തായിരുന്നു? സ്റ്റെജീഷ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളുടെ ഫൗണ്ടേഴ്സ് സർക്കിളിന്റെ ടീമിലുള്ളവരാണ്. അപ്പോ നമ്മൾ അന്നൊരു ഞാൻ അനീറ്റയോട് ചോദിച്ചു, അനീറ്റക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് അനീറ്റ പിന്നെയും ജോയിൻ ചെയ്ത് ക്യാമറ ഓൺ ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത്? അത് കാര്യങ്ങൾ നേരത്തെ ചെയ്ത് തീർക്കും. തലേ ദിവസം കുറെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് ആ ഒരു 5 മണി വരെ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കും. ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല, മക്കളാരും ഉണ്ടാവില്ല. അപ്പൊ അടുക്കളയിലെയും എല്ലാം വർക്കുകളും എല്ലാം ചെയ്ത് തീർത്തിട്ട് 5 മണിക്ക് എക്സസൈസ് ഓൺലൈൻ ഞാൻ ചെയ്യണ്ട്, ഞങ്ങൾ രണ്ടുപേരും അതിൽ കയറും. അതിൽ കയറിയിട്ട് 6 മണിക്ക് മറ്റേ ഫൗണ്ടേഴ്സ് സർക്കിളിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അങ്ങനെയാണ് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ക്ലാസ് ഉള്ളത് കൊണ്ട് 5:30 വരെയാണ് എക്സസൈസ് ചെയ്യണുള്ളൂ. 5:30 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ആ ഒരു ടൈമിൽ ഇങ്ങനെ പോണു. അങ്ങനെ കുട്ടികളുണ്ട്, പിന്നെ മാത്രല്ല ബിസിനസ് ഉണ്ട്. 2 ഷോപ്പ് നോക്കി നടത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ മൈൻഡ് സെറ്റ് പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മളുടെ വാല്യൂ കൂട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്നും ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ റെസൊല്യൂഷനിൽ നമ്മൾ ട്രാപ്പ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ആൾക്ക് എന്ത് വേണം? മെന്റൽ ഹെൽത്ത് വേണം. ട്രോമ ഉണ്ടോ? ട്രോമ നമ്മൾ പോയിന്റ് ചെയ്യണം. കഴിഞ്ഞ ചിലപ്പോ ന്യൂ ഇയറിന് എന്തെങ്കിലും റെസൊല്യൂഷൻ എടുത്തിട്ട് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. എസ്പെഷ്യലി അവിടെ വരുന്ന കേസുകൾ ഈ പുകവലി, മദ്യപാനം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം 1-ാം തീയതി നിർത്തും, പിന്നെ 2-ാം തീയതി തുടങ്ങും, പിന്നെ അടുത്ത 1-ാം തീയതി ആവട്ടെ എന്ന് ചോദിക്കാം. എന്താ സീന, വല്ലാണ്ട് ചിരിക്കണ്ടല്ല. ചിരി കൂടുമ്പോ ഇവിടെ 2 ആൾക്കാരാണ് ഒരുമിച്ചിരുന്ന് ചിരിക്കുന്നത്, ക്യാമറ ഓഫ് ആക്കിയിട്ട് ഒരാൾ പോകും. അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം സംഭവം ഇതാണ്, ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ തീരുമാനത്തിൽ എടുത്ത് അത് അച്ചീവ്. ഇപ്പൊ ദൃശ്യനെടുക്കാം. ദൃശ്യം ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് പല കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരാഴ്ചത്തെ മുന്നത്തെ ഇപ്പത്തെ ദൃശ്യക്ക് എന്താ പറയാനുള്ളത്? ദൃശ്യക്ക് ഒരു മെന്റൽ അവയർനെസ് കിട്ടിയപ്പോ എന്തെങ്കിലും ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കുറച്ച് സ്ട്രെസ് കുറഞ്ഞ പോലെ. സ്ട്രെസ് കുറഞ്ഞ പോലെ. സ്ട്രെസ് ഫ്രീ ആയപ്പോ പിന്നെ അവിടെ അപ്പുറത്ത് എന്താ കിട്ടിയത്? എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടാവുമല്ലോ സ്ട്രെസ് കുറഞ്ഞപ്പോ. എന്ത് കാര്യം ചെയ്യാൻ പറ്റുന്നപ്പോ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ദൃശ്യ സ്റ്റുഡന്റ് ആണ് കേട്ടോ.
ഓക്കെ, ക്ലിയർ? ആ, അപ്പൊ ഇത് കുറച്ച് വെച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഡിസിഷൻ എടുത്തിട്ട് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത്, നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്, അത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ മാറ്റി വെക്കണം. ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ റെസൊല്യൂഷൻ എന്നുള്ളത് ഇപ്പൊ എടുത്താലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഫിയർ ഉണ്ടാവാൻ പാടില്ല, ഭയം ഉണ്ടാവാൻ പാടില്ല, ട്രോമ ഉണ്ടാവാൻ പാടില്ല, ഗിൽറ്റ് ഉണ്ടാവാൻ പാടില്ല. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ച് ഇപ്പോഴും ഇങ്ങനെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തു പോയി, അതിന്റെ ഭാഗത്തുള്ള തെറ്റായിരുന്നു. ഇനി ജീവിതകാലം മുഴുവൻ ആ തെറ്റിന്റെ ആ സെൽഫായിട്ട് നമ്മളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പലർക്കും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണതാണ്. പണ്ട് സംഭവിച്ചായിരിക്കും, അതെന്നെ ഇപ്പോഴും എടുത്ത് വെച്ചിട്ട് നമ്മൾ തന്നെ ആ വേദനയെ താലോലിച്ച് വിട്ടുകൊടുക്കില്ല. ഞാൻ വിട്ടുകൊടുക്കില്ല, ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ അങ്ങനെ സ്വന്തമായി ഉരുകി ആ വേദനയിൽ ഇങ്ങനെ ഉരുകി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ചില ആളുകൾ. ഫിയർ, ഭയം. ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, എന്നൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, പകുതി വെച്ചത് മിസ്സാകും. പലർക്കും ഉണ്ടായിട്ടില്ല ഇവിടെ? ഞാൻ എന്ത് തീരുമാനിച്ചാലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കംപ്ലീറ്റ് ആക്കണ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കംപ്ലീറ്റ് ആക്കണ 1000 കാര്യങ്ങൾ അവിടെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില പുതിയ കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. 100 കാര്യം നിങ്ങൾ നന്നായി കറി വെക്കുന്നില്ലേ? കറി പകുതി വെച്ചിട്ട് എന്നെ പോലെ കറി കരിഞ്ഞു പോകുന്നില്ലല്ലോ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് ഞാനാണ്. എനിക്ക് പല കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ വമ്പൻ പരാജയമാണ് അതിലൊക്കെ. മനസ്സിലാവുണ്ടോ? കംപ്ലീറ്റ് ആക്കണ 1000 കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത 5 കാര്യങ്ങളിലായിരിക്കും നമ്മൾ ചെക്ക് ആയി നിൽക്കുന്നത്. ക്ലിയർ? റെസല്യൂഷൻ, തീരുമാനം എടുത്ത് നടപ്പിലാക്കണമെങ്കിൽ നമ്മളിപ്പോ കുട്ടികളോടാണെങ്കിൽ നീ അത് ചെയ്തോ, നീ അത് ചെയ്തോ, നീ അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മെന്റാലിറ്റി എന്താണ്, ഇത് ഗ്രാബ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പൊ മദറില്ലോ, പലരുടെയും ഒരു പരാതിയാണ് മദറില്ലോ, പലരുടെയും. മദറിലോനെ നമുക്ക് നന്നാക്കാൻ പോകാൻ പറ്റുമോ? നിങ്ങൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലോ. അപ്പൊ പ്രോബ്ലംസ്, കോംപ്ലിക്കേഷൻസ് ആവും. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവസ്ഥ അതാണ്. നമുക്കാണ് ബുദ്ധി കൂടുതലുള്ളത്, അല്ലേ? അത് സമ്മതിക്കോ? അത് സമ്മതിക്കുന്ന സമയത്തോട് കൂടിയിട്ട് ആ വ്യക്തിയെ നമ്മൾ റിലീസ് ആക്കണം. എന്തിൽ നിന്ന്? നമ്മൾ ആലോചിക്കുന്ന എല്ലാ മാനിപ്പുലേഷനിൽ നിന്നും ആ വ്യക്തിയെ റിലീസ് ആക്കുക. കാരണം ആ വ്യക്തിയേക്കാൾ കൂടുതൽ നമുക്ക് ബുദ്ധിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ വ്യക്തി പണ്ട് കാണിച്ചത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ആ വ്യക്തിയെ ഒരു വിക്ടിം ആക്കിക്കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ വിഷമിച്ച് എന്റെ ജീവിതം എങ്ങനെയെന്ന് പറഞ്ഞിട്ടിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തുക. ആ വ്യക്തിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതിൽ ഒരു കാര്യമാണ് എന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എന്നെ സ്നേഹിച്ച് സ്നേഹത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുക, അങ്ങനത്തെ പരിപാടിയിലൊക്കെ. അപ്പൊ ഞാൻ സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ. അപ്പൊ ഓരോ വ്യക്തികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ മദറിലോ തന്നെ എത്രയോ ആളുകള്, എത്രയോ മക്കളെയും ഒരേപോലെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് അറിയോ? പക്ഷെ നമ്മളെ പഴയ ട്രോമ നമ്മളെ പേരൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ള ഈ മദറിലോ എന്ന് പറയുന്നത് എന്തോ ഒരു സാധനമാണെന്നുള്ളൊരു ഇതാണ്. നല്ല രീതിക്ക് നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങളൊരു സർവേ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നല്ല രീതിക്ക് സ്നേഹിക്കുന്നവരും ഉണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോ നമ്മളുടെ മനസ്സിൽ എവിടെയാണ് ഒരു പ്രോബ്ലം ഉള്ളത്, ആ പ്രോബ്ലത്തിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, അതിന് സൊല്യൂഷൻ കണ്ടെത്തുക, നമ്മൾ അവയർനെസ് എടുക്കുക, സൊല്യൂഷൻ കണ്ടെത്തുക, അത് ആക്ഷൻ ആക്കി എടുക്കുക. അപ്പൊ ആർക്കാ അതിന്റെ സുഖം ഉണ്ടാവുക? സുഖം വേണമെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കണം, അല്ലാതെ ഇതും വിടില്ല അതും വേണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ക്ലിയർ? ഏതൊരു വ്യക്തിക്കും സ്ട്രെസ് ആദ്യം മാറ്റണം. അവരെ ഐഡന്റിഫൈ ചെയ്യണം, എന്താണ് അവരുടെ വൗണ്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോന്ന്. ഓക്കെ. ഇമോഷണലി അവരുടെ സ്ട്രെങ്ത് ഓക്കെ ആക്കണം. അവർ ഹാൻഡിൽ ചെയ്യുന്ന ഇതുപോലെയുള്ള ട്രോമാസും ഫിയറും ഗിൽറ്റും ഒക്കെ നമ്മൾ അറിയണം, അത് ഒഴിവാക്കണം. കുറച്ച് പണിയുള്ള കാര്യമാണ്, പക്ഷെ അത് മാറ്റി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളൊരു അമേസിങ് മെഷീനായി മാറും. എന്ത് മെഷീനാന്നറിയോ? ഇപ്പൊ റോബോട്ട് ഉണ്ടല്ലേ, ഞാൻ നോക്കുമ്പോഴത്തേനും ഇവിടെ കടിച്ചു വാരി തുടക്കുന്ന മെഷീൻ. ആ മെഷീൻ പോലെ നമ്മളാവില്ല, പക്ഷെ നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ ചിന്തിച്ചിട്ട് നല്ല ജോലി ചെയ്തിട്ട് നല്ല കാശ് ഉണ്ടാക്കിയിട്ട് അതുപോലെ ഒരുപാട് റോബോട്ടുകാരെ പണിയെടുക്കാൻ അവിടെ ഉണ്ടാക്കി വെക്കാം. വേണ്ടേ?
നല്ല സുഖല്ലേ അത്? പണിയെടുക്കാൻ ഒരുപാട് റോബോട്ട്സുകൾ, അല്ലെങ്കിൽ റോബോട്ട്സ് വേണ്ട, ഒരു പണിക്കാരി ഉണ്ടായാൽ പോലും വലിയ സന്തോഷമാണ്. അതിന് എന്ത് വേണം? ഇപ്പൊ നമുക്ക് സമാധാനം വേണം. എന്നിട്ട് ഈ സമാധാനം കൊണ്ട് സ്വപ്നത്തിലേക്ക് എങ്ങനെ നേടിയെടുക്കാം, സ്വപ്നം നമ്മളിലൂടെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ള എന്ത് വേണം? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ കുട്ടികളെ. മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ആക്ഷനും കൂടെ എടുക്കണം. ഇവിടെ പല ആളുകളെയും തിരിച്ചറിവ്. തിരിച്ചറിവും വേണം, ആക്ഷൻ എടുക്കുക വേണം. ഓക്കെ, ഇവിടെ പല ആളുകളും ഈ മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അത് മാത്രം മനസ്സിലാക്കിയിട്ട്, ചില ആളുകൾ മോട്ടിവേഷൻ ലോ ഓഫ് അട്രാക്ഷൻ എഴുതി വെക്കുക, അട്രാക്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട് ഇരിക്കുക. എന്താണോ തീരുമാനിക്കുക അത് എത്തും. ഇരുന്നിട്ടൊരു കാര്യമില്ല കേട്ടാ, ഇരുന്നാ അവിടെ ഇരിക്കുക തന്നെ ചെയ്യുള്ളൂ, ആക്ഷൻ എടുക്കുക വേണം. പക്ഷെ അതല്ല, ആക്ഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു സ്റ്റക്ക് ആവുന്നുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വരികയാണ്, എൻ്റെ അഫർമേഷൻസ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ എൻ്റെ വിഷ്വലൈസേഷന് ഒക്കെ നെഗറ്റീവ് ആണ്. പക്ഷെ ഞാൻ ആക്ഷൻ എടുക്കും, നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ തോറ്റു പോകുമോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അവിടെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും, കാരണം ആക്ഷൻ ഓൾറെഡി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അത് അട്രാക്ട് ചെയ്യാനുള്ള മറ്റുള്ള നമ്മളുടെ കണ്ണുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യം, തോട്ടൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ആക്ഷൻ എടുക്കുന്നവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ വളരെ വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ആക്ഷൻ എടുക്കാൻ ഒരു ഇതുമില്ല, കുറെ ചിത്രങ്ങൾ വരച്ച് വെച്ച് ഇതാണ് എന്റെ വിഷൻ ബോർഡ്, ഞാൻ അടുത്ത കൊല്ലം ഇതിലോട്ട് എത്തും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ക്ലിയർ? പക്ഷെ ആക്ഷൻ എടുത്താൽ സംഭവിക്കും, എന്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. യെസ്, ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു ദിവസം മോശമായി എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും അങ്ങനെ ആവോ? ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസം അങ്ങനെ ആയി എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും അങ്ങനെ ആവോ? ഒറ്റ മൈനിനെ കണ്ട ദിവസം എന്നും അടി കിട്ടും, പഠിക്കാണ്ട് പോയാൽ അടി കിട്ടും. ഒറ്റ മൈനിനെ കണ്ട് എന്ന് വിചാരിച്ചിട്ട് അടി കിട്ടുമോ? പക്ഷെ നമ്മളെ മൈനക്ക് പോലും നമ്മൾ പറയും, അതിനെ കണ്ട കാരനാണ് അടി കിട്ടിയത്, അതുകൊണ്ടാണ് വീണത്, ബാക്കിയുള്ള ദിവസം വീഴുന്നില്ല. പിന്നെ ചില ആളുകൾ പറയും, ഇന്ന് കുറെ ചിരിച്ചാൽ കുറെ വിഷമിക്കേണ്ടി വരുന്നു. ഈ ചിരിക്കാത്ത ദിവസം നമ്മൾ വിഷമിക്കുന്നില്ല? ചിരിക്കുമ്പോ ചിരിക്കുക, വിഷമങ്ങൾ വരുമ്പോ വരിക. അല്ലെങ്കിലും കഷ്ടകാലങ്ങളൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണെങ്കിലും JCB വിളിച്ചിട്ടാണെങ്കിലും വരുമല്ലോ, ഇല്ലേ? വിഷമങ്ങളൊക്കെ വരും, വിഷമം കൂടെ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ തകർന്നു പോകാതിരിക്കുക, നമ്മൾ നമ്മളെ സ്ട്രോങ് ആക്കി വെക്കുക. ക്ലിയർ? 2026 അവസാനിക്കുമ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ എല്ലാവരെയും ഒന്ന് വിളിക്കാം. യെസ്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അനീറ്റ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്തിട്ടാ എന്താ പറയണ്ടേന്ന്. ഓക്കെ, രണ്ടുപേരും കൂടി പറഞ്ഞാൽ മതി. രണ്ടുപേരും ഭയങ്കര ഫാമിലി ബിസിനസ് നടത്തുന്ന ടീമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതവും അതിനോടൊപ്പം ഭയങ്കര ബഹുമാനവും തോന്നുന്നുണ്ട്. അതായത് 2026 അവസാനം നിങ്ങൾ പ്രൗഡായിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ ചോദിക്കുമ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, യെസ്, അഫ്സീന. അത് എന്നോട് തന്നെയാണ് അല്ലേ? യെസ്. ഒരുപാട് ആളുകളുടെ മുന്നിൽ ഒരു എന്താ പറയാ, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഹാപ്പിനെസ് കോച്ച് എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കണം. ഇതൊന്നും കൂടെ വൃത്തിയാക്കിയിട്ട് പറഞ്ഞേ. ഒരു ആളുകളെ കൗണ്ട് ചെയ്യുക, ഒരു 1000 ആളുകളെ, 500 ആളുകളെ, 200 ആളുകൾ, ഇത്രയും ആളുകളുടെ മുന്നിൽ ഒന്നുകൂടെ പറഞ്ഞേ, ക്ലാരിറ്റിയില്, സ്മാർട്ടായിട്ട്. ഓക്കെ, ഒരു 500 ആളുകളുടെ മുന്നിൽ ഒരു ഹാപ്പിനെസ് റെവല്യൂഷന്റെ ഭാഗമായിട്ട്, ഒരു ഹാപ്പിനെസ് കോച്ചായിട്ട്, ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് എനിക്ക് നിൽക്കാൻ കഴിയും, വലിയൊരു വേദിയിൽ നിൽക്കാൻ കഴിയും. വാ, സൂപ്പർ. ഒന്നുകൂടെ അതൊരു ക്ലാരിറ്റി പറഞ്ഞ. ഒരു വേണ്ട, ആദ്യത്തെ ഒരു വേണ്ട, ബാക്കി അവിടെ നിന്ന് പറയാം. 500 പാർട്ടിസിപ്പൻസ്, 500 മെമ്പേഴ്സിന്റെ 500 മെമ്പേഴ്സിന് ഒരു ഹാപ്പിനെസ് കോച്ച് എന്ന രീതിയിൽ ഒരു സെഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഗസ്റ്റ് ആയിട്ട് അതെ, ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് അവർക്കൊരു സെഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. യെസ്, കൊടുത്തിരിക്കുന്നു. യെസ്, അനീറ്റ വർഗീസ്. ഇന്റീരിയർ മേഖലയില് ഒന്ന് ഫേമസ് ആവണം. ഒന്ന് എന്നുള്ളത് മാറ്റി വെക്കുക, എന്നിട്ട് ബാക്കി പറഞ്ഞു. ഇന്റീരിയർ മേഖലയില് ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പേര് പറഞ്ഞേ.
ഇന്റീരിയർ മേഖലയില് സിംഫണി ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ഫേമസ് ആവും. ഇന്റീരിയർ മേഖലയിൽ സിംഫണി ഫർണിച്ചർ എന്ന സ്ഥാപനം ബ്രാൻഡഡ് ആക്കും. ഓക്കെ, അപ്പൊ കേൾക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലേ, അല്ലെങ്കിൽ അതിലൊരു സ്ഥാനം പിടിക്കും. അപ്പൊ ഒരു ആ. ക്ലാരിറ്റിയിൽ നമുക്കത് പറയാൻ പറ്റും. അത് നടക്കൂട്ടോ എന്തായാലും. ഫാത്തിമ വി എ, കൺഗ്രാറ്റുലേഷൻസ്. യെസ് ഫാത്തിമ വി എ. ഹലോ, യെസ് പറഞ്ഞോളൂ. ഓക്കെ. ഞാന് 100 പേരുടെ സങ്കടങ്ങൾ, അതായത് നല്ലൊരു ലിസണർ ആവുക. 100 പേരുടെ സംഘടന ഹെഡായിട്ട്, സംഘടന എന്ന് ഉദ്ദേശിച്ച ഒന്നുകൂടെ പറയോ? സംഘടനകളല്ല, ലിസണർ. അതായത് വിഷമിച്ചിരിക്കുന്ന അവരുടെ പ്രോബ്ലംസ് അവർക്കൊരു ഹെൽപ്പ് ലിസണർ എന്ന് എനിക്കറിയാം, എനിക്ക് ആ വാക്ക് കേട്ട് പരിചയമുണ്ട് ചെറുതായിട്ട്. അല്ല, സംഘടന അല്ല, സങ്കടങ്ങൾ. സങ്കടങ്ങൾ. അതെ. അതായത് ഒരു ലൈഫ് കോച്ച് ആയിട്ട് 100 പേരുടെയെങ്കിലും ഒപ്പം നിന്നിട്ട് ചെയ്യുമെന്നുള്ളതാണ് പ്രോസസ്. അതായത് ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി വെച്ചത്, 100ഓളം ആളുകൾക്ക് ആസ് എ ഹാപ്പിനെസ് കോച്ച് എന്നുള്ള രീതിയിൽ അവർ അനുഭവിക്കുന്ന പ്രോബ്ലംസിനെ ഒക്കെ എനിക്ക് കേട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റണം. യെസ്, 100ഓളം ആളുകളുടെ ഇടയിൽ ഒരു കോച്ച് ആയിട്ട് മാറണം. സൂപ്പർ കൺഗ്രാറ്റുലേഷൻ. അതായത് ഞാൻ എന്നുള്ള സിഗ്നേച്ചർ എനിക്ക് 2026 ലാസ്റ്റ് അവിടെ ഉണ്ടാക്കണം. മ്യൂട്ട് ചെയ്തോളൂട്ടാ. 60 ക്ലയൻസിന്റെ സക്സസ്ഫുൾ ജേർണി ആൻഡ് ടെസ്റ്റിമോണിയൽ ഉണ്ടാവും. വാവ്, സൂപ്പർ കൺഗ്രാറ്റുലേഷൻസ് ഖദീജാബി. യെസ് ഷാബിന ഉസ്മാൻ. മാം, എനിക്ക് 2 കാര്യമുണ്ട് പറയാന്. ഒന്ന്, ഓൾറെഡി ഞാനൊരു ബുക്ക് 2022 ഞാൻ അതിന്റെ പേര് വരെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഞാൻ 2026 പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ വിളിക്കോ പബ്ലിഷ് ചെയ്യുമ്പോ? തീർച്ചയായും. ഞാൻ പറഞ്ഞു വരുന്നത് മാം എന്താണ്, എന്റെ കൂടെ ഷബ്ന മാം, ജിൽഷ മാം ആൻഡ് ശില്പ മാം, പിന്നെ നമ്മുടെ ടീമും, പിന്നെ കൂടെ ബാക്കിയുള്ള ഞങ്ങളുടെ ടീമും എല്ലാരും കൂടെ ഉണ്ടാവും. സൂപ്പർ. രണ്ടാമത്തത് എനിക്ക് ഷബ്ന മാമിനെ പോലെ ആവും. സൂപ്പർ താങ്ക് യു. ഓക്കെ, എന്നെ പോലെ അല്ല കേട്ടോ, എന്നെക്കാൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെയധികം വലുതായ ആളുകളെ, വലിയ സ്ഥാനത്തുള്ള ആളുകളെയാണ് ഞാൻ കാണുന്നത്. എന്നെ പോലെ ആകാൻ വലിയ വിഷയമുള്ളതല്ല, എന്നെക്കാൾ ഹൈ ലെവൽ. എനിക്ക് പറയാൻ പറ്റണം അതൊക്കെ. ഒരു കാലത്ത് ഞാൻ ഇവരൊക്കെ ചെറുതായിട്ട് അത് പഠിപ്പിച്ചിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഓക്കെ, യെസ് സിന്ധ്യ. ഹലോ മാം, ഞാന് ഓരോ ദിവസവും സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പെർ ഡേ മിനിമം 5 ക്ലയന്റിനെങ്കിലും സ്റ്റക്കായ അവസ്ഥയിൽ നിന്ന് മാറ്റി അവരാല് ഞാൻ വീണ്ടും അറിയപ്പെടുന്നതായിരിക്കും. മോട്ടിവേഷണൽ ക്ലാസ്സുകൾക്ക് ഞാൻ എന്റെ സ്വന്തം കാർ ഓടിച്ചു പോകുന്നതുമായിരിക്കും. സൂപ്പർ കൺഗ്രാറ്റുലേഷൻ സിന്ധ്യ, കൺഗ്രാറ്റുലേഷൻ. സൂപ്പർ. യെസ് തസ്നീം. ഒരു മിനിറ്റ്. എനിക്ക് ഒരു വാസ്റ്റ് ഓഡിയൻസിന് മുമ്പിൽ ഒരു പബ്ലിക് സ്പീച്ച് പറയും ഞാന്. അതാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തെ ഒരു ഹാപ്പിനെസ് വെൽനെസ് സെന്റർ തുടങ്ങും. സൂപ്പർ. അപ്പൊ എന്തായാലും എന്റെ കുറെ വിഷൻസ് ഇവരിലൂടെ പൂർത്തിയാക്കാന്നുള്ള 500, 1000, 10,000 ഒക്കെ ഇപ്പൊ ഇതിൽ തന്നെ കുറെ ആളുകളിലേക്ക് ഹാപ്പിനെസ് എത്തിക്കാം. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തവർക്കാണ് അവസരമുള്ളത്. ഇനി ആരെങ്കിലും പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യട്ടെ, ക്യാമറ ഓഫ് ചെയ്തവരാണെങ്കിൽ പോലും. ഓക്കെ, ഷാഹിന വന്നിട്ടുണ്ട്. ഷാഹിന പറയൂ. യെസ് ഷാഹിന ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തത്. കുഴപ്പമില്ല, പറഞ്ഞോളൂ. എനിക്ക് 1 രൂപ പോലും സമ്പാദിക്കാത്ത ഞാൻ മന്ത്ലി 50K എന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും. മാഷാ അല്ലാ, സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണല്ലോ, അപ്പൊ പുറത്ത് ഇന്റർനാഷണൽ ലെവലിൽ ഒരു കോച്ചിങ് എടുക്കാൻ സാധിച്ചു. വാവ്, സൂപ്പർ. കൺഗ്രാറ്റുലേഷൻ ഷാഹിന. വാവ്, നിങ്ങളെ വിഷനൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞാൻ വളരെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. നിജിഷ സുധീഷ് സോറി ട്ടോ, സുധീഷ് നിജിഷ. ഞാൻ ലേറ്റ് ആയി പോയി കയറാന്. നോ ഇഷ്യൂ. എനിക്ക് എന്താ പറയാ, ഞാനൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു നടത്താണ് ഞാൻ ഇപ്പോൾ നടത്തോണ്ടിരിക്കുന്നത്.
അത് ഞാനൊരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ഈ വർഷം 2026 പൂർത്തിയാകുമ്പോഴത്തേക്ക് എനിക്കൊരു വീട് വെക്കാനുള്ള ഒരു ഫണ്ടിന്റെ ഒരു പകുതി പാർട്ട് എന്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലേക്ക് വളരണം എന്നാണ്. അത് ഞാൻ 2026 ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ സാധിച്ചിരിക്കും. അത് ഞാൻ തുടങ്ങി കഴിഞ്ഞു, ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. സൂപ്പർ, കൺഗ്രാചുലേഷൻ. നിങ്ങൾ എല്ലാവരും ബ്ലെസ് ചെയ്യണം കേട്ടോ. ഇല്ല, യെസ്, ദൃശ്യ പിക്ക. ഒരു വർഷം കഴിഞ്ഞാൽ നിന്റെ മുന്നിലിരിക്കണമൊക്കെ ആരാന്നൊക്കെ ഞാൻ ആലോചിക്കണം. യെസ്, ദൃശ്യ. എനിക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റത്തെ ഒരു നല്ലൊരു കമ്പനി, അതായത് ഗൂഗിൾ പോലത്തെ നല്ലൊരു കമ്പനിയിൽ ഒരു പ്രോഗ്രാമറായിട്ട്, അത് ഹൈ പാക്കേജ് സാലറി ഉള്ള ഒരു പ്രോഗ്രാമറായിട്ട് 2026 എൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാല് എന്റെ പാരന്റ്സിനെ എനിക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പിന് കൊണ്ടുപോകണം. എന്റെ സ്വന്തം പൈസ കൊണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വളരെയധികം നമ്മളുടെ ഒക്കെ വിഷയം കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ എനിക്കും കൂടെ ചെയ്യണം ആവണം. നമ്മൾ ഈ വിഷൻ പറയണം, പക്ഷെ എവിടെ പറയണം എന്നും കൂടെ ഉണ്ട്. എല്ലാവരുടെ അടുത്തും പോയിട്ട് നമ്മളെ സ്വപ്നങ്ങൾ പറയാനുള്ളതല്ല. നമ്മൾ വിജയിച്ചാലും അവർക്കൊരു നഷ്ടം ഇല്ലാത്ത, അഗെയിൻ നമ്മൾ വിജയിച്ചാലും ഈ കേൾക്കുന്നവർക്കൊരു നഷ്ടവും ഇല്ലാത്ത, നമ്മൾ വിജയിച്ചാലും അവർക്ക് സന്തോഷമുള്ള ആളുകളുടെ അടുത്ത് വേണം പറയാൻ. ക്ലിയർ? അല്ലെങ്കിൽ എനർജി ലോസ് വരും. ഓക്കെ, അതിനാണ് നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എടുക്കുക. നമ്മളൊരു വുമൺസ് വിങ്ങിന്റെ കമ്മ്യൂണിറ്റി ഒക്കെ നമ്മൾ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് വുമൺസ് മാത്രം. എൻ്റെ തന്നെ ക്ലയൻസും എൻ്റെ സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. ഓൺലൈനിൽ മാത്രം എപ്പോഴെങ്കിലും ഒരു 1 ഇയർ ആട്ടെ എപ്പോഴെങ്കിലും ഒരു മീറ്റപ്പോ കാര്യങ്ങളോ ഫിസിക്കലി വെക്കാം. നിങ്ങൾ ഓക്കെ ആണോ? അവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയാം. ചെറിയതാണെങ്കിൽ സക്സസ് സ്റ്റോറി പറയാം. നമുക്ക് എന്താ അറിയോ, ഇത് എവിടെയും പറയാനൊരു സ്ഥലമില്ല. അതൊരു പ്രശ്നമാണ്. ഞാൻ എന്നാ അത് ചെയ്തു, പക്ഷെ ആരോടാ പറയാ? ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടും. ഇനി ഇന്ന് പറഞ്ഞതിന്റെ പേരിൽ നാളെ വിഷമിക്കേണ്ടി വരും. ഒരുപാട് ചിന്തകളാ അല്ലേ? ഓപ്പൺ ആയിട്ട് ഞാനിത് ചെയ്തു, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് പറയാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, നമ്മളെ ബ്രെയിനിനെ മൈൻഡിനെ ഒക്കെ ഇനി ഹാപ്പിനെസ്സും കൂടെ പഠിപ്പിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക. ഞാനിത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇത്രയും എനിക്ക് പെയ്ഡ് കിട്ടി, എനിക്ക് ഇത്ര എമൗണ്ട് 1000 കിട്ടി, 10,000 കിട്ടി, 1,00,000 രൂപ എനിക്ക് സാലറി കിട്ടി. ഇവിടെ ആരെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും കൊടുക്കണോ? പക്ഷെ ആത്മാർത്ഥ ഫ്രണ്ടിനോടോ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ പിറ്റേ ദിവസം കടം മേടിക്കാൻ വരും ഇല്ലേ? കിട്ടുമെന്നും അറിയില്ല. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ? അപ്പോ ഇന്നാണ് നമ്മളുടെ ഹാപ്പി ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ. ഹാപ്പിനെസ് റെവല്യൂഷൻ ആരംഭിക്കുന്നത് എന്നാണ്? ഇന്നാണ്. 3-ാം തീയതി തുടങ്ങിയാൽ നടക്കില്ലേ? നിങ്ങളാ ഇപ്പൊ പറഞ്ഞ കാര്യം എഴുതി വെക്കുക. ഇപ്പൊ പറഞ്ഞ കാര്യം എന്തായാലും എഴുതിക്കുക. എക്സാക്ട് ഇപ്പൊ ഖദീജ പറഞ്ഞ പോലെ, അഫ്സീന പറഞ്ഞ പോലെ അതിനൊരു നമ്പറിലോട്ട് കൗണ്ട് ചെയ്യുക. 1000-ൽ കൂടുതൽ, 5000-ൽ കൂടുതൽ, 500-ൽ കൂടുതൽ. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഞാനിങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഞാനൊരു സെഷൻ ചെയ്യും. ക്ലിയർ? ഇപ്പൊ തന്നെ എഴുതി വെക്കുക. അത് ഞാൻ പെന്നും ബുക്കും പേപ്പറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്. മാം ഞാൻ വീട്ടിൽ പോയിട്ട് എഴുതിയ ഇവിടെ ക്ലാസ്സില്. ആയിക്കോട്ടെ. യെസ്, ഓക്കെ. കഴിഞ്ഞ 2025 കുറിച്ച് ആലോചിച്ച് 2025 ജനുവരി എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഇപ്പോ എന്താ ഷാബിന ഒരു ആശ്വാസമൊക്കെ? ആലോചിച്ച് നോക്കിയത് 2025 ജനുവരി എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? അത് നമ്മൾ മറന്നു പോയിക്കണം. ഞാൻ ഈ വീണ കാരണമൊക്കെ ജനുവരി ഒന്നും ഓർമ്മ, വേറെ ജനുവരി ഒന്നും ഒരു ഓർമ്മയില്ല. ജീവിതം അങ്ങനെയാണ്. 1000 സന്തോഷങ്ങൾ വന്നാൽ എവിടെയെങ്കിലും ഒരു വിഷമോ വേദനയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്തു വെക്കും. അത് നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യും, നമുക്ക് ഓർമ്മിക്കും. അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. യെസ്, ഈ 2026 നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള വർഷമാണ് 2026. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്കും കൂടെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ലേ? നിങ്ങൾ എഴുതിയ ഗോൾ സ്മാർട്ട് ഗോൾ അല്ലേ? വർക്കൗട്ട് ആവണ ഗോൾ അല്ലേ? മെഷറബിൾ അല്ലേ? അച്ചീവബിൾ അല്ലേ?
അല്ലേ? സൂപ്പർ. ഇത് നമ്മൾ എന്നും വായിക്കണം. ഓക്കെ, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, എന്നും വായിക്കണം, എന്നും വായിക്കണം, എന്നും വായിക്കണം. പറ്റുവാണെങ്കിൽ നിങ്ങളെ വിഷൻ ബോർഡ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങളെ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, വിഷൻ ബോർഡ് എന്താണ് വിഷൻ എന്നുള്ളത് വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും കാണും. എപ്പോഴും കാണുന്ന എടുത്ത് വെക്കുക. അത് അട്രാക്ട് ചെയ്യും. നമ്മൾ പണിയെടുത്താൽ അവിടെ എത്തുകയും ചെയ്യും. എന്താണ്? പണിയെടുത്താൽ അവിടെ എത്തുകയും ചെയ്യും. ഇപ്പൊ എൻ്റെ ഒരു ലൈഫ് പറയുകയാണെങ്കിൽ 2025 ഇപ്പൊ ഇതേ അവസ്ഥയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതേ സ്ഥാപനത്തിലോട്ട് ഗസ്റ്റ് ആയിട്ട് അവരുടെ ഒരു മന്ത്ലി മീറ്റിങ്ങിന് പോയിട്ട് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. കേട്ടോ, അത് വേറൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു. സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥകളും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ 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 മോശമുണ്ട്. ഇത് തന്നെയാണ് ലൈഫ്. ഇത് റോളർ കോസ്റ്റർ പോലെ ഇത് തന്നെയാണ് ലൈഫ്. അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, പല ആളുകളും ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2025 എൻ്റെ വർഷം, ഈ സ്റ്റോറിയിലൊക്കെ കാണാം, ഞാൻ വെറുത്തു പോയ വർഷമാണ്, എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഒരു വർഷത്തെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മൾ ജീവിച്ചിരിക്കണോണ്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഇത്ര മോശമാണെന്ന് പറയാൻ പറ്റുന്നത്. ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഈ ജീവിച്ചിരിക്കണ് എന്ന് മറന്നിട്ടാണ് ജീവിതത്തിൽ എന്ത് ദുരന്തം ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷം, ഒരു വർഷത്തെ മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് പറയുമല്ലോ. 2025 ഒരു മോശമായിട്ടുള്ള അവസ്ഥയെന്ന് 2 പേര് ഹൈ ലെവലിലുള്ളവര് സ്റ്റോറി ഇട്ടത് ഞാൻ കണ്ടു. ഇനി അവരുതാണോ ഇനി വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല. വെറുത്ത വർഷമാണ്, വളരെ മോശമായിട്ടുള്ള വർഷമാണ്. അവര് ലൈഫിൽ വിഷമം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഇല്ലേ? ജീവിച്ചിരിക്കുന്നില്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരു സംഭവം ഗ്രാറ്റിറ്റ്യൂഡ് മറന്നിട്ട് നമ്മൾ കഴിഞ്ഞ കാലത്തെ ഒന്നിനെ നമ്മൾ മോശമാക്കി എൻ്റെ കുട്ടികൾ പറയരുത്. നമ്മളെ കൾച്ചർ അതില്ല. ഓക്കെ, ഹാപ്പിനെസ് റെവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യന്മാരും കഴിഞ്ഞ വർഷം എന്റെ ദുരന്തമായിരുന്നെന്ന് പറയരുത്. കാരണം ഒരു വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ആ വിഷമം തന്നെ നമ്മളെ പോസിറ്റീവിലേക്ക് എത്തിച്ചിട്ടുള്ള, ഇപ്പൊ നിൽക്കുന്ന നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ആ ഫിയറും ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തോട്ട്സും എന്തൊക്കെ ട്രോമ ഉണ്ട് അതൊക്കെ തന്നെ ഇപ്പൊ എത്തിച്ചിട്ടുള്ളത് അല്ലേ? ആണോ? യെസ്. അതെ അതെ മാം. യെസ്. അപ്പോ കഴിഞ്ഞു പോയതിനൊക്കെ നന്ദി, വരാനിരിക്കുന്നതിനും നന്ദി, നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നതിനും നന്ദി, അറ്റ് ദ മൊമെന്റ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. എൻ്റെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു സോ മച്ച്. എല്ലാവരുടെ എൻറ്റയർ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പത്തും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യാണ്. യെസ്, ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? ഇത് വലിയൊരു സെഷൻ ഒന്നല്ല, ഒരു ഇൻസൈറ്റ്, എൻ്റെ ഒരു കണക്ഷൻ, എൻ്റെ ഒരു എനർജി, എൻ്റെ ഒരു സ്നേഹം നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് കിട്ടിയോ? ഇഷ്ടപ്പെട്ടോ? എന്താണ് പറയൂ? തീർച്ചയായും. തീർച്ചയായിട്ടും. അതെന്താ വെച്ചാൽ മാം പറഞ്ഞില്ലേ ജനുവരി 1, കാരണം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റും സെക്കൻഡും ഒരു ന്യൂ ഇയർ പ്രഷർ ഉണ്ടാവുമല്ലോ. എനിക്ക് ആ സംഭവം ഉള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ഇന്ന് എന്റെ ന്യൂ ഇയർ ജനുവരി 3 എന്റെ ന്യൂ ഇയറിന് എഴുതിയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോഴാണ് മാം ഇന്ന് ഇങ്ങനെ പറയുന്ന ക്ലാസ്സിൽ ഇന്ന്. അപ്പൊ അതൊരു നല്ല, ഞാൻ വിഷൻ ബോർഡ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഡിസംബറിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്ലാസ്സും കൂടെ ആയപ്പോ എന്തായാലും ഇനി ഒരു പിറകോട്ട് ഒരു കുഞ്ഞു പോലും വെക്കില്ല എന്നുള്ളൊരു പുഷായി. യെസ്, സൂപ്പർ. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടോ? യെസ്, ഷാഹിന. സാധാരണ ഞാന് ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഇനിയെങ്കിലും നല്ല വർഷം തരണേ, അല്ലെങ്കിൽ ഈ ഒരു വർഷമെങ്കിലും എനിക്ക് നല്ലതാണെന്ന് പ്രാർത്ഥിക്കലാണ്. പക്ഷെ ഞാൻ ന്യൂ ഇയറിന്റെ അന്ന് ഞാൻ സ്റ്റാറ്റസ് വെച്ചത് സ്റ്റാർട്ടിങ് എ ഗ്രേറ്റ് ഇയർ എന്നാ തുടങ്ങി, നല്ലൊരു ഇയർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ സ്റ്റാറ്റസ് വെച്ചത്. പക്ഷെ 1-ാം തീയതി 2-ാം തീയതി എനിക്ക് വിഷമങ്ങൾ മാത്രമുള്ള ഒരു ദിവസമായിരുന്നു. പക്ഷെ എനിക്ക് തളർച്ച വന്നില്ല. ഞാൻ തളർന്ന ഒരാളാണ്, പക്ഷെ തളർച്ച വന്നില്ല. അതല്ല, എനിക്ക് വേറെ മുന്നോട്ടുള്ള വഴി ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. സൂപ്പർ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ ഷാഹിന. യെസ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാന് ഹാപ്പി ന്യൂ ഇയറിന് അത് ഇട്ടാണ്. പക്ഷെ അതില് കൂടെ ഞാൻ ഗ്രേറ്റ്ഫുൾ ഫോർ 2025 എന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ നമ്മ പാസ്റ്റ് ആലോചിക്കില്ലല്ലോ, മുമ്പിലേക്ക് മാത്രമല്ല ആലോചിക്കുള്ളൂ. യെസ് യെസ്, തീർച്ചയായിട്ടും. ഓക്കെ,
ഞാൻ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്.